ഡേറ്റിന്റെ ഇടയിലുള്ള സെയിൽസിന്റെ എമൗണ്ട് നിങ്ങൾ ഇപ്പോഴും മാനുവൽ ആയിട്ടാണോ കണ്ടെത്തുന്നത് എങ്കിൽ നമുക്കൊരു ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഓട്ടോമേറ്റ് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള സെയിൽസിന്റെ എമൗണ്ടിൽ ഡേറ്റ്, പ്രോഡക്റ്റ്, സെയിൽസ് എമൗണ്ട് ഏകദേശം ജൂലൈ 1 മുതൽ 30 വരെയുള്ള അല്ലെങ്കിൽ 31 വരെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ഇവിടെ ഞാൻ ഷീറ്റ് 1 എങ്ങനെ നമുക്ക് ഒരു ഡേറ്റ് ബേസിൽ സെയിൽസിന്റെ എമൗണ്ട് കണ്ടെത്താൻ നോക്കാം. ഈക്വൽ ടു സം ഈഫ്സ്, സമ്മിന്റെ റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ, അടുത്തത് ഡേറ്റിന്റെ റേഞ്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ കോമത്തിന് ശേഷം ക്രൈറ്റീരിയയിൽ ഡബിൾ കോഡ്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, ദെൻ ആൻഡ് എന്നിവിടെ ഫ്രം എന്ന് പറയുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക, കോമ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതേ ഡേറ്റിന് റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ, ദെൻ ലെസ് ദാൻ ഈക്വൽ ടു ആൻഡ് എന്നിട്ട് ഇവിടെ ടു എന്ന് പറയുന്ന ഡേറ്റ് സെലക്ട് ചെയ്യും. അതായത് ഇതിനേക്കാൾ കൂടുതലും മറ്റേതിനേക്കാൾ കുറവായിട്ടാണ് ഇത് കണക്കാക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പൊ നമുക്കിവിടെ ഈ ഡേറ്റിന്റെ ഇടയിലുള്ള സെയിൽസിന്റെ എമൗണ്ട് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഇത് റിപ്പീറ്റ് ആയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.